ഹായ് ഫ്രണ്ട്സ്, സബ്ഡേ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് നോക്കുന്നത്. ഇന്ന് മാർച്ച് മാസം 3-ാം തീയതിയാണ്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്തൊരു ഹിന്ദി മൂവിയാണ്. നടാനിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി മാർച്ച് മാസം 7-ാം തീയതിയാണ് ഈ ഒരു ഹിന്ദി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. അലങ്ങു എന്നാണ് സിനിമയുടെ പേര്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് ധൂം ധാം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ETV വിൻ വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാർച്ച് മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റാണ് പുറത്ത് വന്നിട്ടുള്ളത്. അടുത്ത നമ്മുടെ ആസിഫ് അലി, അനശ്വര രാജനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. സോണി ലിവ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ സോണി ലിവിൽ മാർച്ച് മാസം 7-ാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് റിലീസ് ഡേറ്റ് വന്നിട്ടുള്ളത്. 7-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. എന്തായാലും സാധാരണ സോണി ലിവിൽ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം മുമ്പേ റിലീസ് ചെയ്യാറുണ്ട്. മാർച്ച് മാസം 6-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നാഗചൈതന്യ, സായി പല്ലവി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു തണ്ടൽ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴി മാർച്ച് മാസം 7-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത മണികണ്ഠൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് മാർച്ച് മാസം 7-ാം തീയതി C5 വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ അജിത് കുമാറും തൃശ്ശിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ HD പ്രിൻ്റൊക്കെ ഇതിന് മുമ്പേ തന്നെ ലീക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ OTT റിലീസ് വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററിൽ ഒരു പരാജയപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 4-ാം തീയതിയോ അല്ലെ 5-ാം തീയതി മാർച്ച് മാസം 4-നോ 5-നോ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നതാണ്. സർപ്രൈസ് റിലീസാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് രാത്രി വന്നേക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു റിലീസ് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരാഴ്ച തന്നെ റിലീസ് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മനോരമാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് ഈ 3 OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും കമൻസും പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഈ ആഴ്ച തന്നെ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. സോണി ലിവ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ സോണി ലിവിൽ മാസത്തിൽ ഒരു സിനിമയാണ് മലയാള സിനിമയാണ് റിലീസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാസം രേഖാചിത്രമാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അതിനുശേഷം സോണി ലിവ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയായിരിക്കും പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സിനിമ ഏപ്രിൽ മാസം പിന്നെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്ത ഒരു മാർവലിൻ്റെ സീരീസാണ്. ഡെയർ ഡെവിൾ ബോൺ എഗെയിൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ 4-ാം തീയതി മാർച്ച് മാസം 4-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബാപ്പു എ ഫാദർ സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ Disney+ ഹോട്ട്സ്റ്റാർ വഴി മാർച്ച് മാസം 7-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത തിയേറ്റർ റിലീസ് ചെയ്ത് 10 ദിവസം കൊണ്ട് 100 കോടി കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ 10-ാം ദിവസം തന്നെ ഈ സിനിമയുടെ HD പതിപ്പ് ലീക്കായിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ HD പതിപ്പ് ലീക്കാക്കപ്പെട്ടിട്ടുണ്ട്, തമിഴ് സിനിമ. ഓക്കെ, അപ്പോൾ അടുത്തെന്നുള്ളത് തിയേറ്ററിൽ പരാജയം നേരിട്ട ഒരു ഹിന്ദി മൂവിയായിരുന്നു എമർജൻസി എന്ന് പറഞ്ഞ സിനിമ. കങ്കണ റാണവത്ത് സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ആമസോൺ പ്രൈം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു മൂവിയാണ്. പിന്നെ പിക്ചർ ദിസ് എന്നാണ് സിനിമയുടെ പേര്. മാർച്ച് മാസം 6-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. എന്തായാലും റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ്, മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.